ദൈവത്തിന് സ്തോത്രം. ദൈവവചനവുമായി വീണ്ടും അല്പനേരം നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ദൈവം തന്നിരിക്കുന്നത്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. വളരെ ഗൗരവമേറിയ ഒരു വാക്യമാണ് നാം വായിച്ചത്. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന്. യേശുക്രിസ്തു മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്ന ഒരവസ്ഥ. അധികം പേര് ചിന്തിക്കാറില്ല, ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കണമെന്നൊന്നും ആർക്കും ഒരു നിർബന്ധവുമില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ഉത്തരവൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് അകത്ത് തന്നെ വരണമെന്നോ ദൈവം എന്നിൽ പൂർണ്ണമായും നിറയണമെന്നോ ഒന്നും സാധാരണക്കാരും ചിന്തിക്കാറില്ല. അവരുടെ വാസ്തവം പറഞ്ഞാൽ ഈ ഭൂമിയിലെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ഒരു ദൈവം വേണം. അതാണ് സാധാരണ എല്ലാവരുടെയും കാണുന്ന ഒരു കാര്യം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഈ ഭൂമിയിൽ നമ്മുടെ പരിധിയിൽ പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് ദൈവം എനിക്ക് സാധിപ്പിച്ചു തരണം. അതാണ് ആശ്ചര്യമായിട്ടുള്ള അർത്ഥമെന്ന് പറയുന്നത്. കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, കടബാധ്യതകൾ വരുമ്പോൾ, എൻ്റെ കയ്യിൽ ഒതുങ്ങാത്തതായ വിഷയങ്ങൾ വരുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ ഹിതപ്രകാരം ദൈവം ആ പ്രാർത്ഥന കേൾക്കണം. ഇത്രയ്ക്ക് സാധാരണ മനുഷ്യൻ ചിന്തിക്കാറുള്ളൂ. എന്നാൽ വചന കേൾവി മൂലം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ദൈവം നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായി വസിക്കും. ദൈവം നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായി വസിച്ചാൽ മാത്രമേ നമ്മളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുകയുള്ളൂ. പാരമ്പര്യമായി നമ്മൾ അനേക ശാപങ്ങളുണ്ട്. പാരമ്പര്യമായി നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരൊന്നുമല്ല കാരണവന്മാരായിട്ട് തന്നെ. എന്നാൽ സാധാരണ മനുഷ്യൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ അനേക ബന്ധനങ്ങളോടുകൂടിയാണ് അവൻ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. അനേക ബന്ധനങ്ങളുണ്ടെന്ന് അവൻ അറിയുന്നത് പോലുമില്ല. നമുക്കറിയാം, ചില ചീത്ത സ്വഭാവങ്ങളൊക്കെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അനുസരണക്കേടുണ്ട്, വാശിയുണ്ട്, ഇഷ്ടക്കുറവുണ്ട്. അതൊന്നും നമ്മൾ സാരമില്ലാന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രായപൂർത്തിയായ ആളിലുള്ള അതേ ബന്ധനങ്ങൾ തന്നെയാണ് പിറന്നു വീണ കുട്ടിയിലും ഉള്ളത്. ഈ ബന്ധനങ്ങളെക്കുറിച്ച് നമ്മളാരും ഒന്നും ഗൗരവമായി ചിന്തിക്കാറില്ല. ഈ ബന്ധനം നാം അഴിച്ചില്ലെങ്കിൽ കുറേ കൂടെ കഴിയുമ്പോൾ ഈ ബന്ധനം മുറുകിപ്പോവും. വേസിലെ വചനം അങ്ങനെയാണ് പറയുന്നത്, ബന്ധനം മുറുകിപ്പോകും. പിന്നെ അത് അഴിക്കാൻ ഭയങ്കര പാടാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് ആരും അത്ര ഗൗരവമായി ചിന്തിക്കാറില്ല. എല്ലാ ദൈവത്തെപ്പോലും ലോകകാര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യനെ അന്വേഷിക്കുന്നത്. എന്നാൽ സാക്ഷാൽ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ കൊതിക്കുന്നു എന്നുള്ള വലിയ സത്യം. മനുഷ്യൻ ആഗ്രഹിച്ചാൽ, മനുഷ്യൻ വിളിച്ചാൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം കടന്നു വരും. അത് അവൻ്റെ അവസ്ഥ നോക്കിയിട്ടല്ല. അവൻ്റെ അവസ്ഥ എല്ലാവരുടെയും ഒരുപോലെ തന്നെ മോശമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ആരും തന്നെ ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നതാണ് മനുഷ്യകുലം മുഴുവനും. ദൈവത്തിന് നന്നായിട്ട് അറിയാം. എന്നാൽ മനുഷ്യൻ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി സ്വർഗരാജ്യത്തിൽ എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് പിതാവായ ദൈവത്തിനുള്ളത്. അത് എളുപ്പം നടക്കുന്ന കാര്യമല്ല. വചനം തന്നു എന്നുള്ളതുകൊണ്ടൊന്നും ആരും അതിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്ത ദേഹം മരിക്കും, അവൻ്റെ ആത്മാവ് മരിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. അവന് നിത്യജീവൻ്റെ അവകാശം നഷ്ടപ്പെടും. അവന് ദൈവമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. ആ അവസ്ഥയിൽ അവൻ ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയില്ല. അത് വളരെ വ്യക്തമാണ്. പിന്നെ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന ഒരവസ്ഥയുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ നിൻ്റെ വചനം അനുസരിച്ചില്ല, ഞാൻ പിശാചിന് ഇടം കൊടുത്തുപോയി, എന്നോട് ക്ഷമിക്കണമേ, ഇനി അങ്ങനെ വരില്ല എന്നുള്ള അനുതാപത്തിൻ്റെയും മനത്തകർച്ചയുടെയും ഒരു പ്രാർത്ഥന മാത്രമേ ദൈവസന്നിധിയിൽ എത്തുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടി മനുഷ്യനെ സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് തൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെയാണ്. യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ, പഴയ നിയമകാലത്തെ, പാപം ചെയ്യുന്ന ദേഹിക്ക് മരിക്കുമെങ്കിലും അവൻ്റെ മരണത്തിന് ഒരു ചെറിയ ആശ്വാസം അന്ന് കൊടുത്തിരുന്നു. പാപം ചെയ്യാത്ത ഒരു ജീവൻ അവിടെ കൊല്ലപ്പെടണം. അതാണ് മൃഗബലി എന്ന് പറയുന്നത്. പാപത്തിൻ്റെ ഗൗരവം എന്താണെന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം ആ ന്യായപ്രമാണം വെച്ചിരിക്കുന്നത്. പിൻകാലത്ത് വരാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ രക്ഷാകരമായ ബലിയെ ഓർപ്പിക്കാനുള്ള ഒരു മുൻകുറി മാത്രമാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതിയെന്നൊക്കെയാണ് സാറ് ആൾക്കാർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതല്ല അതിൻ്റെ ഗൗരവം.
വളരെ ഗൗരവമുള്ള കാര്യം. ആത്മാവ് മരിക്കുന്നു, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, നിത്യജീവൻ നഷ്ടപ്പെടുന്നു, സ്വർഗരാജ്യം നഷ്ടപ്പെടുന്നു. യാതനാ സ്ഥലത്തേക്ക് അവൻ പോവുകയാണ്. അവൻ സാത്താൻ്റെ കസ്റ്റഡിയിലായിത്തീരുകയാണ്. ബന്ധനം മുറുകയാണ് ചെയ്യുന്നത്. ഇത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചന കേൾവി കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. എൻ്റെ ശരിയായ അവസ്ഥ എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, വെറുതെ ഒന്നും ദൈവം വരത്തില്ല. ദൈവത്തിന് വേണ്ടി ജീവിതവും ഹൃദയവും ഒരുക്കുന്നവരിൽ മാത്രമേ ദൈവം ഇറങ്ങി വരികയുള്ളൂ. അത് വളരെ കൃത്യമാണ്. ദാഹിക്കുന്നവൻ മാത്രമാണ് അത് കിട്ടുന്നത്. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാനിതിലാക്കും. ചുമ്മാ നടക്കുന്നവർക്കത് കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് വചന കേൾവി എന്ന് പറയുന്നത്. ദൈവം ഹൃദയത്തിൽ വസിക്കുന്നത് വലിയൊരു ദൗത്യത്തിനാണ്. ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ് മുഴുവനും അവൻ്റെ ഹൃദയത്തിൽ ഇരുന്ന് അവന് പാപബോധം കൊടുത്ത്, അവന് കുറ്റബോധം കൊടുത്ത്, അവൻ്റെ നാവ് കൊണ്ട് തന്നെ ഒരു സമർപ്പണം വന്ന് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഞാൻ ഇനിയുള്ള കാലം നിനക്ക് വേണ്ടി ജീവിച്ചുകൊള്ളാമെന്ന് ദൈവത്തോട് ഒരു വാക്ക് പറയുന്നത് കേൾക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം. അങ്ങനെയുള്ളവരെ രൂപാന്തരപ്പെടുത്താൻ ദൈവം താഴേക്ക് ഇറങ്ങി വരും. ദൈവത്തിന് പുറമേ നിന്നുകൊണ്ടൊരു മനുഷ്യനെ മാറ്റാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചിലരൊക്കെ പറയുന്നത് കേട്ട്, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, അതുകൊണ്ട് ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന്. അല്ല പ്രിയരെ, ദൈവം ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ, ലോകത്തിലെ ഏതെങ്കിലും കാര്യത്തിൽ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയാൻ വേണ്ടി അവൻ ആ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ കൊടുത്തുന്നിരിക്കും. അത് പുറമേ നിന്നുള്ള അനുഗ്രഹമാണ്. എന്നാൽ ദൈവം ഹൃദയത്തിൽ വന്നിട്ടുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. ദൈവം ഹൃദയത്തിൽ വന്നാൽ പിന്നെ വേറെ അനുഗ്രഹങ്ങളൊന്നും വേണ്ട. ദൈവമാണ് അനുഗ്രഹം. അവൻ വസിക്കുന്നതിനകത്ത് അതിൽ കവിഞ്ഞ് വേറെ ഒരു സന്തോഷവുമില്ല. നമ്മൾ സംതൃപ്തരാണ്. നമുക്ക് ആവലാതികളൊന്നുമില്ല, നമുക്ക് പിന്നെ ഭാരങ്ങളൊന്നുമില്ല. നമ്മൾ ദൈവത്തെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കണ്ട് അവനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് അവനോട് ചേർന്നുള്ള സുന്ദരമായൊരു ജീവിതം എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. കഷ്ടം നിറഞ്ഞ ലോകത്തിൽ, പ്രശ്നങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, കടബാധ്യതയുള്ള ലോകത്തിൽ, അനേക പ്രയാസങ്ങളും ഭാരങ്ങളും ഉള്ള ലോകത്തിൽ, മനസ്സിടിഞ്ഞു പോകുന്ന ഈ ലോക ജീവിതത്തിൽ സുഖകരമായി സന്തോഷമായി ദൈവത്തെ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് കണ്ടുകൊണ്ട് ദൈവത്തോട് ബന്ധത്തിൽ നിരന്തരം നിന്നുകൊണ്ട് ജീവിക്കുന്ന ജീവിതം, അങ്ങനെയുള്ള ജീവിതത്തിൽ പാവം വരുമോ? ഒരിക്കലും വരില്ല പ്രിയരെ. ദൈവത്തോട് ഒരു ബന്ധം കിട്ടിയാൽ, ദൈവത്തെ സ്നേഹമായി കണ്ടെത്തിയാൽ, ദൈവത്തോട് ചില ഉടമ്പടി പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തോട് യാത്ര പറഞ്ഞാൽ, ഈ ലോകത്തെ ചപ്പന്നും ചവറന്നും എണ്ണിയാൽ, അനേക കഷ്ടങ്ങൾ വന്നാലും ഞാൻ പതറുകയില്ല തീരുമാനം വന്നാൽ, പിന്നെങ്ങനെ പാപത്തിന് നമ്മളെ പരീക്ഷിക്കാൻ വരും? പിന്നുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ആളത്വത്തിൽ അടിയിലിരിക്കുന്ന നമുക്ക് പോലും മനസ്സിലാകാത്തതായ ചില പ്രകൃതങ്ങളുണ്ട്. അതവിടെ തന്നെ ഇരിക്കും. അത് നമ്മുടെ അധ്വാനം കൊണ്ടാണ്, നമ്മുടെ നിരന്തരമായ ദൈവത്തോടുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമേ അത് മാറ്റിത്തരികയുള്ളൂ. അതും മാറ്റാൻ ദൈവത്തിന് കഴിയും. പക്ഷേ അനേകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആത്മാവിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല. ലോകകാര്യത്തിൽ വലിയ തീഷ്ണതയാണ് താനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, 19 കൊല്ലത്തെ അനുഭവം കൊണ്ട് ഞാനിത് പറയുന്നതാണ്. ആത്മാവിൻ്റെ കാര്യത്തിന് വില കൊടുക്കുന്നവർ തുലോം തുച്ഛം വരെ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നൊരു കാര്യമാണ്, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അവൻ നമുക്ക് തന്നെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവ് ഉള്ള ഹൃദയത്തിന് മാത്രമേ യേശുവിനെ കാണാനോ, യേശുവിൻ്റെ വചനം നമുക്ക് ഓർമ്മ വരാനോ, യേശുവിനെ പ്രസാദിപ്പിക്കുന്നുള്ള ചിന്ത വരാനോ, പാപത്തോട് യാത്ര ചെയ്യണമെന്നുള്ള ചിന്ത വരാനോ, എൻ്റെ യേശു എന്നെ വീണ്ടെടുക്കാൻ വരുമെന്നുള്ള ചിന്ത വരാനോ ഒന്നും സാധിക്കുകയില്ല ആത്മാവില്ലെങ്കിൽ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുമ്പോൾ അവന് ദൈവത്തിൻ്റെ ആത്മാവിനെ കിട്ടുന്നു, ആദ്യ സ്നേഹം എന്നൊക്കെ പറയുന്നു. അത് കുറേ കാലം നിൽക്കുന്നു. അവന് പാപം ചെയ്യാൻ പറ്റാത്ത വലിയൊരു സാഹചര്യമാണ്. ദൈവത്തോടുള്ള നന്ദിയും സ്നേഹം കൊണ്ട് അവൻ ഇങ്ങനെ ആടിപ്പാടി നടക്കുന്ന ഒരു മനോഹരമായ ജീവിതമുണ്ട്. അവൻ ഭൂമിയിലല്ല. അവൻ ഇന്നലെ വരെ ചെയ്ത പാപങ്ങളൊന്നും അവനെ തൊടുകയില്ല. ഒരു ഭാരവും വരില്ല, ഒരു ആകുലവും വരില്ല, ഒരു ടെൻഷനും വരില്ല. സുഖമായി ജീവിക്കുന്ന കാര്യം എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ ഒരു ജീവിതമുണ്ട്. ശരിയായിട്ട് മനുഷ്യൻ ജീവിക്കേണ്ട ജീവിതം അങ്ങനെയാണ്. അവൻ ലോകത്തിന് പിന്നാലെ പോവുകയല്ല. അവൻ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ലോകത്തിന് പിന്നാലെ പോവുകയോ ഭാരപ്പെടുകയോ ചെയ്തതല്ല. അവന് വേണ്ടി എല്ലാം ദൈവം തരും. ന്യായമായ സകല കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. അതുകൊണ്ട് അതേക്കുറിച്ച് നീ ഭാരപ്പെടണ്ട. നിൻ്റെ ആത്മാവിൻ്റെ കാര്യമാണ് വിഷയം, നിൻ്റെ ബന്ധനമാണ് വിഷയം. അന്യായമായ പല ബന്ധനങ്ങളും നിൻ്റെ ജീവിതത്തിലുണ്ട്. നിനക്ക് തന്നെ അറിയാൻ പറ്റും.
നീ അറിയാതിരിക്കുമ്പോൾ ദൈവത്തിന് വിരുദ്ധമായ ചിന്താഗതികൾ നിൻ്റെ ഉള്ളത്തിൽ വരുന്നുണ്ട്. നിനക്ക് ഈർഷ്യ വരുന്നുണ്ട്, നിനക്ക് ദേഷ്യം വരുന്നുണ്ട്, വാശി വരുന്നുണ്ട്, വൈരാഗ്യം വരുന്നുണ്ട്, ചിലരോട് നമുക്ക് അടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളായി ഹൃദയത്തിൽ കിടക്കുന്നത്. നമ്മൾ പുറമേ ഇതൊക്കെ മൂടി വെക്കാൻ പറ്റും, മറ്റുള്ളവരാരും അറിയത്തുമില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞെന്ന് വിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശരിയായി ദൈവവചനം കേട്ട മനുഷ്യന്, ദൈവാത്മാവുള്ള മനുഷ്യന് എല്ലാം വ്യക്തമായിട്ട് തിരിച്ചറിയും. അവൻ ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയാണ്, അവൻ ജീവിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്, അവൻ ജീവിക്കുന്നത് രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ്, അവൻ ജീവിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. അല്ല, ഈ ഭൂമിയിൽ സാക്ഷ്യത്തോടെ ജീവിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വേല നിവർത്തിക്കാൻ വേണ്ടിയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവം ഹൃദയത്തിൽ സ്ഥിരമായി വസിക്കുക എന്നുള്ള കാര്യം. നിങ്ങൾ ഓരോരുത്തൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേർക്ക് നിർബന്ധമുണ്ട് എൻ്റെ ഹൃദയത്തിൽ എന്നെ സൃഷ്ടിച്ച, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പെടഞ്ഞു മരിച്ച കർത്താവായ യേശു ക്രിസ്തു സ്ഥിരമായി വസിച്ച് അവൻ ആഗ്രഹിക്കുന്നൊക്കെയും എൻ്റെ ഹൃദയത്തിൽ നടക്കണം നിർബന്ധമുള്ള എത്ര പേരുണ്ട്? ഞാൻ നിർബന്ധം എന്ന് പറഞ്ഞ വാക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ആഗ്രഹിച്ചുകൊണ്ടൊന്നും സാധിക്കില്ല. നിർബന്ധം വേണം, അത്യാവശ്യബോധം വേണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദാഹം വേണം. വേറെ വാക്കാണ് ദാഹം എന്ന് പറയുന്നൊരു കാര്യം. എന്ത് കിട്ടിയാലും പോരാ, എനിക്ക് എൻ്റെ യേശു വേണം. എൻ്റെ യേശു സ്ഥിരമായി എൻ്റെ ഹൃദയത്തിൽ വസിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം? ഈ ഭൂമിയിൽ എന്തെല്ലാം കഷ്ടങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം ഭാരങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം ആകുലമുണ്ടെങ്കിലും അതൊന്നും നമ്മളെ തൊടുകയില്ല. കഷ്ടങ്ങളില്ലാഞ്ഞിട്ടല്ല, ഭാരങ്ങളില്ലാഞ്ഞിട്ടല്ല, രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല, കടബാധ്യത ഇല്ലാഞ്ഞിട്ടല്ല. 100 കൂട്ടം പ്രശ്നം വരും. നമ്മൾ സാധാരണഗതിയെ തളർന്നു പോകേണ്ടവരാണ്. എന്നാൽ എൻ്റെ കാര്യം നോക്കാൻ എനിക്കൊരു യേശുവുണ്ട്, എന്നെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്, അവൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭാരപ്പെടേണ്ട. അതിനും പറയുന്നില്ല, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലെ ഇട്ടുകൊള്ളുവീൻ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനമുണ്ട്. ആ വചനം എപ്പോഴാണ് നമുക്ക് ആസ്വാദ്യകരമായി തീരുന്നത്? ദൈവാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സുഖകരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ എങ്ങനെ സ്ഥിരമായി വസിക്കും, ക്രിസ്തുവിനെ എങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും? അവർക്കേ ഉള്ളു സമാധാനം, അവർക്കേ ഉള്ളു സന്തോഷം. അവരുടെ മുഖം മ്ലാനമാകുകയില്ല, അവർ ഭാരപ്പെടുകയില്ല, അവർ ചിന്താകുലരാകുകയില്ല. അവർ വേറൊരു ജീവിതമാണ്. സ്വർഗരാജ്യത്തിൽ എങ്ങനെ ജീവിക്കുന്നു അതിൻ്റെ ഒരു മാറ്റലിയായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിനെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും. അതിന് വേണ്ടത് എന്താണ്? പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുക. ദൈവം മനുഷ്യനെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം, രക്ഷപ്പെടാനുള്ള മാർഗം വചനം കേൾക്കുക. രക്ഷയ്ക്കായുള്ള വചനം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഉണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടണം. നന്മ പ്രവൃത്തി കൊണ്ടല്ല, നല്ലതായതുകൊണ്ടല്ല. ഒരിക്കലും ഒരു മനുഷ്യൻ നന്മ ചെയ്യാൻ സാധ്യമല്ല. അവൻ്റെ ഹൃദയം അശുദ്ധമാണ്, അവൻ്റെ ഹൃദയത്തിൽ ബന്ധനമുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ പിശാചാണ് അവനെ നിയന്ത്രിക്കുന്നത്. ഒരിക്കലും അവന് നന്മയാകാൻ പറ്റുകയില്ല, അവന് ദൈവത്തോട് അടുക്കാൻ പറ്റുകയില്ല, ദൈവം അവനെ സ്വീകരിക്കത്തുമില്ല. അങ്ങനെയുള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അവന് ചില ബോധം കിട്ടും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവന് അവൻ്റെ ശരിയായ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ, ദൈവം എന്നെ എങ്ങനെയാണ് കാണുന്നത്, ആ അവസ്ഥ കിട്ടും. അതിന് തെളിവുണ്ട്. എൻ്റെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലായിക്കോട്ടെ, ചിന്തയിലായിക്കോട്ടെ, വികാരത്തിലായിക്കോട്ടെ, സ്വപ്നത്തിലായിക്കോട്ടെ, മനോഭാവത്തിലായിക്കോട്ടെ, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു ഹൃദയമല്ലെങ്കിൽ, ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്നിൽ വരുന്നില്ലെങ്കിൽ, വളരെ കൃത്യമാണ് പിശാചുണ്ട്. നമുക്ക് തന്നെ അറിയാൻ ആരൊന്നും പറയേണ്ട കാര്യമില്ല. ഈ പിശാചിൻ്റെ ബന്ധനം അഴിക്കാനാണ് ദൈവം നമുക്ക് വചനം തരുന്നത്. എന്നാൽ അനേകർ ഈ വചനത്തെ തള്ളിക്കളയുന്നു. ഇങ്ങനെയൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുഖമായിട്ട് ജീവിക്കണം. ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ടല്ലേ സ്വർഗത്തിലെ കാര്യം ചിന്തിക്കുന്നത്. അവൻ്റെ ആത്മാവിൻ്റെ കാര്യം തള്ളിക്കളയാണ്. ദൈവവചനം കേൾക്കുന്നു എങ്കിലും ദൈവവചനത്തിന് ഗൗരവം കൊടുക്കുന്നില്ല. ഈ ദൈവവചനത്തിൽ കൂടെ നമ്മുടെ ശരിയായ ആത്മാവിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളതിന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഒരിക്കലും സാധിക്കത്തില്ല. പാപത്തെ വിടാൻ നമുക്ക് സാധിക്കത്തില്ല. പാപത്തിന്മേൽ ജയം നമുക്ക് കിട്ടുകയില്ല. പാപത്തെ വെറുത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ വീണ്ടും അതിൻ്റെ അടിമുഖത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. പിന്നെ എന്താണ് മാർഗം? അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീ ക്രൂശിലേക്ക് നോക്കുക. നിന്നെ രക്ഷിപ്പാനാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപത്തിന് ആദ്യം പരിഹാരം വരുത്തണം. 2, അവൻ്റെ പാപപ്രവണതയ്ക്ക് പരിഹാരം വരുത്തണം. ഇത് രണ്ടും ക്രൂശിലെ രക്തം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും മാത്രമാണ്.
ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ പ്രസക്തി വരുന്നത്. ഇവിടെയാണ് സ്വർഗത്തിൻ്റെ രക്ഷാപരിപാടി നടക്കുന്നത്. പാപം ചെയ്ത മനുഷ്യന്, പാപത്തിൽ കഴിയുന്ന മനുഷ്യന് അവന് രക്ഷ വേണമെങ്കിൽ ദൈവദിനം കേട്ടിട്ട് അവൻ ക്രൂശിലേക്ക് നോക്കണം. അവന് വേണ്ടി പെടഞ്ഞു മരിച്ച ക്രിസ്തു, അവൻ്റെ പാപം ചുമന്ന് മരിച്ച ക്രിസ്തു, അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ജീവൻ കളഞ്ഞ ക്രിസ്തു, അവൻ്റെ പരിശുദ്ധമായ നിർമ്മല രക്തം കൊണ്ട് മാത്രമേ പിതാവായ ദൈവത്തിൻ്റെ കോപം മാറുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോഴും പുത്രൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്. കർത്താവേ, എനിക്ക് യോഗ്യതയില്ല, നിൻ്റെ പുത്രൻ ചൊരിഞ്ഞ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനതാ കടന്നു വരുന്നു, എന്നോട് മനസ്സലിയണമേ. പുത്രൻ്റെ രക്തം കാണുമ്പോൾ പിതാവിൻ്റെ കോപം മാറുന്നു. അവിടെയാണ് ബന്ധം നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനുഷ്യനൊരു മാനസാന്തരം കിട്ടിയാലും ആ മാനസാന്തരം നിലനിൽക്കണമെങ്കിൽ പിന്നെയും വചനം പറയുന്നുണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തൊക്കെയാണ് വിടേണ്ടത്. പിശാചിൻ്റെ ബന്ധനങ്ങൾ ഏതെല്ലാം കാര്യത്തിനകത്താണ് ഉള്ളത്, എവിടൊക്കെയാണ് ശത്രു നമ്മളിൽ കയറി വരുന്നത്. ഈ ലോകത്തോടുള്ള താല്പര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ചാഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അവൻ്റെ അടിമനൂഹത്തിലായിപ്പോലും. പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ അത് ദൈവഹിതപ്രകാരമല്ലെങ്കിൽ അവിടെ ശത്രു വ്യാപരിക്കും. നമുക്ക് അമിതമായ ഒരു തീഷ്ണത ഏതെങ്കിലും കാര്യത്തിലേക്ക് വന്നാൽ അവിടെ ശത്രു വ്യാപരിക്കും. നമുക്കറിയാം, അബ്രാഹാമിൻ്റെ കേസ് നമുക്കറിയാം. നാളുകൾ കാത്തിരുന്ന ഒരു മകനുണ്ടായി. നല്ല കാര്യമാണ്, ദൈവം കൊടുത്തതാണ്, ദൈവത്തിന് സന്തോഷമാണ്. പക്ഷേ അബ്രഹാമിൻ്റെ ഹൃദയം ഇസാക്കിലേക്കായിപ്പോയി. അതൊരു വലിയ കെണിയാണ്. ദൈവം തന്നതാണ്, പ്രാർത്ഥിച്ച് കിട്ടിയതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ കുട്ടിയിലേക്കായിപ്പോയി. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ എൻ്റെ കൂടെ നടക്കണമെങ്കിൽ ഈ കുട്ടിയും വെച്ച് നടക്കാൻ പറ്റില്ല, യാഗപീഠത്തിൽ വെച്ചേ പറ്റുള്ളൂ. ഇത് കേൾക്കുമ്പോൾ കഠിനമാണ്, പക്ഷേ അറ്റാച്ച്മെൻറ്റ് മാറുകയാണ്. പിശാചിൻ്റെ പിടി എവിടുന്ന് മാറുകയാണ്. അബ്രഹാമിൽ നിന്ന് സകല പിശാചിൻ്റെ ബന്ധനവും മാറിയാലേ ദൈവത്തിന് അബ്രഹാമിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അബ്രഹാമിന് അത് വേണ്ട രീതിയിൽ മനസ്സിലാവില്ല, മനുഷ്യർക്ക് മനസ്സിലാവില്ല. ആ ബന്ധനത്തിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാകില്ല. ദൈവം തന്നതല്ലേ, ഞാൻ സ്നേഹിക്കേണ്ടത്, നമുക്ക് ഒത്തിരി ന്യായങ്ങളൊക്കെ പറയണ്ടേ. പക്ഷേ അബ്രഹാമിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞത് 100% അനുസരിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ എന്തെല്ലാം കാര്യമാണ് നമുക്ക് ബന്ധനത്തിലുള്ളത്. ഒരു ആയുസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തോട് പറ്റിച്ചേരുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മുടെ ഹൃദയം അതെങ്ങനെയാണ് നമുക്കറിയാൻ പറ്റും? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കൂടുതൽ തീഷ്ണത ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മുടെ ഹൃദയം വേദനിക്കും, നമ്മൾ ഭാരപ്പെടും, നമ്മുടെ ഹൃദയത്തിന് സന്തോഷം നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ ഹൃദയം ഏതിനോട് അറ്റാച്ച്ഡ് ആകുന്നു, ഏതിനോട് അമിതമായ തീഷ്ണത നമുക്കുണ്ടോ, ആ ഒരു കാര്യത്തിൽ എവിടെയെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം വേദനിക്കും, നമ്മുടെ മനസ്സും എടുക്കും. പ്രിയപ്പെട്ടവർ, എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും ശരി, എത്ര കഷ്ടത വന്നാലും ശരി, എൻ്റെ ദൈവം അറിയാതെയല്ല ഇതൊന്നും സംഭവിക്കുന്നത്. അതെൻ്റെ നന്മയ്ക്കാണ്. അതിന് എനിക്കുള്ള ബന്ധനം എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാനാണ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത്? ഈ ഉറപ്പ് അനേകർക്ക് കിട്ടുന്നില്ല. എന്താ പ്രിയരെ, ഉറപ്പ് കിട്ടാത്തതിൻ്റെ കാരണം വിട്ടു പിരിയാത്തതുകൊണ്ട് തന്നെയാണ്. സകലതും വിട്ടു പിരിഞ്ഞവർക്ക് ഇനി എന്ത് ബന്ധനം വരാനാ, എന്തിനോട് അറ്റാച്ച്മെൻറ്റ് വരാനാണ്? വളരെ കൃത്യമല്ലേ, വചനം കേട്ട് ജീവിതം കർത്താവിന് കൊടുത്തവരിൽ ആത്മാവ് ഇറങ്ങും, ശരിയാണ്. പക്ഷേ ഈ ആത്മാവ് സ്ഥിരമായി വസിക്കാനും ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയ്ക്ക് ഞാൻ അനുകൂലമായി നിൽക്കുന്നില്ലെങ്കിൽ ആത്മാവ് വേദനയോട് മാറിപ്പോവും, നമ്മളൊട്ട് അറിയത്തുമില്ല. നമ്മളെപ്പോഴും ഒരു മാനസാന്തരത്തിൻ്റെയും ആദ്യ സ്നേഹത്തിൻ്റെയും കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നത്. നമുക്കറിയാം, സാക്ഷ്യം പറയുന്നവർ, അവർക്ക് പറയാൻ എന്താ ഉള്ളത്? മാനസാന്തരപ്പെട്ട കാലം പറയുന്നുണ്ട്, ആദ്യ സ്നേഹത്തിൻ്റെ കാലം പറയുന്നുണ്ട്, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ കർത്താവ് സഹായിച്ച കാര്യങ്ങൾ കൊണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിലുണ്ടെന്നാണ് പറയുന്നത്. തികച്ചും തെറ്റായ കാര്യമാണ്. അപ്പോസ്തലൻ പറയുന്നത്, പിമ്പിലുള്ള മറക്ക്, ശരിയാണ്, നിനക്കൊരു മാനസാന്തരം കിട്ടി, ദൈവം നിന്നെ കണ്ടു, ശരിയാണ്, നിനക്ക് ആദ്യ സ്നേഹം ലഭിച്ചു, ശരിയാണ്. ഇപ്പോഴത്തെ നിൻ്റെ അവസ്ഥ എന്തുണ്ട്? ഇപ്പോൾ ആ ആത്മാവ് നിന്നിൽ കുറുകിക്കൊണ്ട് നിൽക്കുകയാണോ, അത് ആത്മാവ് സന്തോഷത്തോടെ ഇരുന്നുകൊണ്ട് ആ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ തുടങ്ങുന്നുണ്ടോ? അതാരും ചിന്തിക്കുന്നില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, വർഷങ്ങൾ കഴിഞ്ഞാലും പാപത്തിൻ്റെ ആ അടിവേര് മാറണമെന്നില്ല. അത് നമ്മുടെ അധ്വാനം കൊണ്ടാണ്, നമ്മുടെ തീഷ്ണത കൊണ്ടാണ്. നമുക്ക് ദൈവത്തോട് ആ വിഷയവുമായി ദൈവസന്നിധി ചെന്ന് നിർബന്ധം പറഞ്ഞാൽ മാത്രം കിട്ടുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് അനേകരെ പരാജയപ്പെടുന്നത്, അനേകരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്, അനേകർ പിന്മാറുന്നത് അതുകൊണ്ടാണ്. പക്ഷെ കൂട്ടായ്മയെ കൂടി വരും, കൂട്ടായ്മ കാര്യത്തിനകത്തൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കും. ആത്മാവില്ലല്ലോ ഇതൊക്കെ ചെയ്യാം, ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു ആത്മീയനാണെന്നുള്ള പേര് കിട്ടും, അത് ശരിയാ. പക്ഷേ ദൈവം കാണുമ്പോൾ
എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ? ദൈവം നോക്കി എന്നെ കരയുകയാണോ? ദൈവം നോക്കി എന്നെ സന്തോഷിക്കുന്നുണ്ടോ? അവൻ്റെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി പ്രവർത്തിക്കാനുള്ള ഞാൻ ഇടം കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നിലനിർത്തുക എന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടൊരു കാര്യമാണ്. കർത്താവിൻ്റെ വചനപ്രകാരം അനുസരിച്ചേ പറ്റുള്ളൂ. കർത്താവേ, എനിക്കിത് അനുസരിച്ചേ പറ്റുള്ളൂ, എന്നുള്ള കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? സാധിക്കും. ഏത് കാര്യവും സാധിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന പ്രതികൂലങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഭാരങ്ങളും എല്ലാം സന്തോഷമായിട്ട് അതനുസരിക്കാൻ ദൈവം കൃപ തരും. അതാണ് പരിശുദ്ധാത്മാവുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും. നമുക്ക് എന്താണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എന്താണ്? അതുകൂടെ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ച് നോക്കാം. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 27 കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ലോകത്തിന് തരാൻ പറ്റതും ലോകത്തിന് എടുത്തു കളയാൻ പറ്റാത്തതുമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിക്ക്. നമ്മൾ വേവർ ചെയ്യുന്നവരല്ലേ? നമ്മൾ ഭാരപ്പെടുന്നവരല്ലേ? നമ്മൾ പെർപ്ലക്സ്ഡായി പോകുന്നവരല്ലേ? ഒരു പ്രശ്നം വരുമ്പോൾ ആലില പോലെ വിറയ്ക്കുന്നവരല്ലേ? എന്തിന് ലോകത്തിന് തരാൻ പറ്റാത്തതും ലോകത്തിന് എടുത്തു കളയാൻ വയ്യാത്തതുമായ സമാധാനം ക്രിസ്തു തരാമെന്ന് പറഞ്ഞത് അതുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വ്യക്തമായിട്ട് ചിന്തിച്ചു നോക്ക്. ദൈവം തരുന്ന സമാധാനമാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സമാധാനമാണെങ്കിൽ, രക്തത്താൽ കഴിയേണ്ട സമാധാനമാണെങ്കിൽ, എന്തെല്ലാം പ്രശ്നം വന്നാലും ഒരു കുലുക്കവും വന്നില്ല. നമുക്ക് പുഞ്ചിരിയോടെ അതിനെ ഫേസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ അതിശക്തിയൊന്നുമല്ല പറഞ്ഞു. എന്തെല്ലാം പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ. ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇടയ്ക്ക് വീട്ടിലെന്നൊന്നും ഞാൻ പറയല്ല. എനിക്ക് വീഴ്ചകൾ ഒത്തിരി പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ അറിയുന്നു. ആ വീഴ്ചയിലൂടെ ഞാൻ പാഠം പഠിക്കും, ചാടിക്കിടക്കും. കാരണം ഇത് വേറെ ആരും കാണിക്കാൻ വേണ്ടിയുള്ളതല്ല. എൻ്റെ ദൈവം എന്നെ വിളിച്ചതിന് ഞാൻ അവനോടാണ് കടപ്പാട്. ഒരിക്കലും അർഹതയില്ലാത്തതും ഒരിക്കലും യോഗ്യതയില്ലാത്തതും ഒരു കാരണവശാലും ലഭിക്കാത്തതായ ദൈവസ്നേഹമാണ് ദൈവം എനിക്ക് തന്നത്. ഞാൻ ഓർക്കാറുണ്ട്, ഇത്രമാത്രം കുഴി കിടന്ന് എന്നെ ദൈവം എന്തിനാണ് വിളിച്ചത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ എൻ്റെ അമേരിക്കയിലുള്ള എൻ്റെ മൂത്ത സഹോദരി വിളിച്ചിരുന്നു. മൂത്ത സഹോദരി വിളിച്ച് വരുന്നതുകൊണ്ടേ അല്ല, എൻ്റെ ബർത്ത്ഡേ ആണിന്ന്. വിളിച്ചിട്ട് പറഞ്ഞ് അവസാനം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ തകർന്നു പോയി പ്രിയപ്പെട്ടവരെ. 81 വയസ്സുണ്ട് ഇപ്പോഴും. നല്ല കാലം മുഴുവൻ എൻ്റെ പെങ്ങളെ കളഞ്ഞു. തർക്കിച്ചും കൂട്ടായ്മ എതിർത്തും ഒക്കെ കളഞ്ഞു. അവസാനം ആരും നോക്കാനില്ല. തിരിഞ്ഞ് ഒന്ന് മദ്രാസിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, കൊണ്ടുവരാൻ ആരുമില്ല. നിറയിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. അവസാനം പറഞ്ഞ വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം വരുമ്പോൾ ദൈവത്തോടു കൂടി നടന്ന മക്കളുടെ വില എന്താണെന്ന് അവർക്കറിയാം. എൻ്റെ പ്രാർത്ഥന അവർക്ക് എന്തിനാണ്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ മുഴങ്കാലം മടക്കി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമാണ്. ആത്മാവിന് ഞാൻ എന്ത് സമാധാനം പറയും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിന്നോടൊന്ന് പ്രാർത്ഥിക്കട്ടെ, കർത്താവേ, നരകത്തിയിലേക്ക് പോകരുതേ, ഒരു വെളിച്ചത്തിൽ കടന്നു പോകാനുള്ളൊരു ഭാഗ്യം കൊടുക്കണമേ. അവരുടെ ബന്ധനമൊന്നും അഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, ആ ബന്ധനം ചുമക്കാനും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. എന്നോട് പ്രാർത്ഥിച്ച് നീ കേട്ടല്ലോ പിതാവേ, ഒരു സമാധാനം കൊടുക്കണമേ, ഒരു വെളിവ് കൊടുക്കണമേ, ഒരു മാനസാന്തരം കൊടുക്കണമേ, ഒന്ന് വെളിച്ചത്തിൽ കടന്നു പോകാനുള്ള ഭാഗ്യം കൊടുക്കണമേ. ഞാൻ ചിന്തിച്ച് പ്രിയപ്പെട്ടവരെ, അതിനായിട്ടല്ലോ നിന്നെ ഈ രാജധാനിയിലേക്ക് കൊണ്ടുവന്ന് മൊർദെഖായി എസ്തറിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എസ്തറിന് നല്ല സൗന്ദര്യമാണ്. എന്തിനാണ് സൗന്ദര്യം? എൻ്റെ ദൈവത്തിന് സ്തോത്രം. രാജകൊട്ടാരത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ്. എന്തിനാണ് രാജകൊട്ടാരം ചെല്ലുന്നത്? ഈ യഹൂദനെതിരായിട്ടുള്ള കൽപ്പന മാറ്റാൻ വേണ്ടിയാണ്. ദൈവത്തിന് കാര്യമുണ്ട് പ്രിയ. ഒരു സൗന്ദര്യം കൊടുക്കുന്നതിൽ പോലും ദൈവത്തിന് കാര്യമുണ്ട്. ഒരു കഴിവ് കൊടുത്താൽ ദൈവത്തിനകത്ത് കാര്യമുണ്ട്. വെറുതെ ഒന്നും ദൈവം ഒരു സൗകര്യങ്ങൾ നമുക്ക് തരികയില്ല. എല്ലാ സൗകര്യങ്ങളും എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന് ചില കാര്യപരിപാടിയുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ബുദ്ധിയോ എൻ്റെ ശക്തിയോ എൻ്റെ കഴിവാണെന്ന് ഒരിക്കലും നീ പറയരുത്. ദൈവത്തിനത് പ്രയോജനപ്പെടുത്താൻ പരിപാടിയുണ്ട്. മൊർദെഖായി പറഞ്ഞപ്പോഴാണ് എസ്തറിന് വെളിവുണ്ടായത്. എസ്തർ ആ മൊർദെഖായിയുടെ വാക്കിന് വില കൊടുത്തു. അനുവാദമില്ലെങ്കിലും രാജാവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് രാജാവിനോട് ഈ കാര്യം പറഞ്ഞു. അന്ന് രാജാവിന് മനസ്സലിഞ്ഞു. ദൈവത്തിൻ്റെ രാജാവിനോട് മനസ്സലി എന്നുള്ള ദൈവത്തിൻ്റെ കാര്യമാണ്. പക്ഷേ എസ്തർ അങ്ങ് രാജസന്നിധിയിൽ ചെല്ലുക എന്ന് പറയുന്നത് എസ്തറിൻ്റെ കാര്യമാണ്. അത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എസ്തർ ചെന്നാൽ രാജാവിൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ ദൈവത്തിന് പറ്റും. യഹൂദജനത്തിൻ്റെ ശിക്ഷാവധി അവിടെ മാറ്റിക്കൊടുത്തു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്താണ്? നടന്നോ ഇല്ലയോ? ഞാൻ അനുകൂലമായി നിൽക്കുകയാണോ അല്ലയോ? വചനം കേൾക്കുമ്പോൾ വിനയപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഒന്ന് സമാധാനം, ലോകം തരാത്ത സമാധാനം. രണ്ടാമത്തെ കാര്യമാണ്
പുതിയ സൃഷ്ടിയുടെ അനുഭവം. 2 കൊരിന്ത്യർ നമുക്ക് 5:17 നമുക്കറിയാം. ഒരുത്തൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ പഴയതില്ല. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകരുകയുള്ളൂ. ഞാൻ പഴയ മനുഷ്യനല്ല. എനിക്ക് തന്നെ ബോധ്യം വരണം. എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കും ബോധ്യം വരണം. ഞാനുമായി ബന്ധപ്പെടുന്നവർക്കും നല്ല ബോധ്യം എന്താണ്? ഞാൻ പഴയ മനുഷ്യനല്ല. പണ്ടാ കോപിക്കുന്ന മനുഷ്യനല്ല. പണ്ടാ വാശി പിടിക്കുന്ന കർശനക്കാരനായ മനുഷ്യനല്ല. ഇന്ന് അവൻ ആള് മാറി. പ്രിയപ്പെട്ടവരെ, അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? മനുഷ്യന് മാറ്റം വരുന്നു. അപ്പനും അമ്മയും തന്നിരിക്കുന്ന പാരമ്പര്യത്തിന് ശാപം പേറിക്കൊണ്ട് നടക്കുകയാണ്. കൂട്ടായ്മയിൽ വർഷങ്ങളായി നടക്കുകയാണ്. മാറ്റം വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, മാറ്റം വരുന്നുവെങ്കിൽ എൻ്റെ അർത്ഥം അവന് വിനയമുണ്ട്. അവൻ ദൈവസ്ഥനെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ വാസിക്കുകയാണ്. അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. 1 സമാധാനം, ലോകം തരാത്ത സമാധാനം. 2 പുതിയ സൃഷ്ടിയുടെ അനുഭവം. 3-ാമത്തെ കാര്യമാണ് ആത്മസ്വഭാവം കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ദയ, മനസ്സലിവ്, താഴ്മ, വിനയം, ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം. ആത്മാവിൻ്റെ ഫലം നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ ഉള്ളിലേക്ക് നാം അറിയാതെ പോലും തന്നെ വരുന്നു. നമുക്ക് കോപിക്കാൻ തോന്നുന്നില്ല, നമുക്ക് വാശി പിടിക്കാൻ തോന്നുന്നില്ല, നമുക്ക് പിന്മാറാൻ തോന്നുന്നില്ല. എല്ലാവരോടും ഒരു സഹാനുഭൂതി. ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് കിട്ടുന്നു. നമ്മുടെ അധ്വാനമൊന്നുമല്ല, ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നൊരു ഗിഫ്റ്റാണ് ഈ സ്വഭാവം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആശ്ചര്യമായി ഈ ഭൂമിയിലേക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ നീ നടക്കുക, എന്നെ കാണിച്ചുകൊണ്ട് നീ നടക്കുക, എൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് നീ നടക്കുക. ആരെല്ലാം നിന്നെ കുത്തിയാലും മുറിവേൽപ്പിച്ചാലും നിന്നിൽ നിന്ന് സ്നേഹം മാത്രമേ വരാൻ പാടുള്ളൂ. 1 സമാധാനം, 2 പുതിയ സൃഷ്ടാനുഭവം, 3 ആത്മസ്വഭാവം. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ കാര്യമാണ് ഉയരത്തിലുള്ള ചിന്ത. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. അത് എനിക്ക് വലിയ സംശയമായിരുന്നു. അതെങ്ങനെ സാധിക്കുന്ന കാര്യമാണ്? എൻ്റെ പ്രിയരെ, എനിക്ക് അനുഭവം വന്നപ്പോഴാണ് മനസ്സിലായത്, എപ്പോഴും നമ്മുടെ ഹൃദയം ഉയരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ, എൻ്റെ വിഷയം ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, അടിമനസ്സിൽ എനിക്ക് പോലും മനസ്സിലാകാത്ത ചില പാപപ്രവണതകളുണ്ടല്ലോ. പണ്ട് ഞാൻ പ്രവൃത്തിയില്ല പാപമൊക്കെ ചെയ്തിരുന്നു, എന്നാൽ എൻ്റെ വേര് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ആ കർത്താവേ, അതെനിക്ക് മാറ്റിത്തരണം, അല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകും. ദൈവത്തോട് പറയുക. ജോലി ചെയ്യുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, ചെടിക്ക് വെള്ളം നനയ്ക്കുമ്പോൾ, ചുമ്മാതിരിക്കുമ്പോൾ, ആരോടെങ്കിലും വർത്തമാനം പറയുമ്പോൾ എല്ലാം നമ്മുടെ ഹൃദയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉയരത്തിലുള്ള ചിന്ത സാധ്യമാണ് പ്രിയപ്പെട്ടവരെ. വളരെ കൃത്യമാണ് പറയുന്നത്. നമ്മുടെ ഹൃദയം ലോകത്തിലേക്ക് പോവുകയില്ല, പാപത്തിലേക്ക് പോവുകയില്ല. പിന്നെ എങ്ങോട്ട് പോകും? ഒരാളിലേക്ക് പോകും. അവനോടാണ് നന്ദി, അവനോടാണ് കടപ്പാട്. അവൻ എനിക്ക് വൻകാര്യം ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം അവങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഉയരത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കൂടെയുള്ളതാണ് ഏകാഗ്രമായൊരു ഹൃദയം. പലതിലേക്ക് നമ്മുടെ ഹൃദയം പോകുകയില്ല. ഒറ്റ കാര്യത്തിലേക്ക്, ക്രിസ്തു എന്ന നിർമ്മല പുരുഷൻ്റെ മണവാട്ടിയാണെന്നുള്ള ഞാൻ ഉള്ള ബോധത്തോടു കൂടി അവനുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും സ്തുതിയും കൊണ്ട് ഹൃദയം നിറയുക. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ സാധ്യമാണോ? പണ്ട് പപ്പായുണ്ടായിരുന്ന കാലത്ത് അതൊക്കെ പറയുമ്പോൾ കേട്ടിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, ഇത് ആരെ കൊണ്ട് സാധിക്കുമെന്ന്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് സാധ്യമായ കാര്യമാണ്. ഏകാഗ്ര ഹൃദയം. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴോ അല്ലാതിരിക്കുമ്പോഴോ ചുമ്മാതിരിക്കുമ്പോഴോ വേണ്ടാത്ത ചിന്തകളൊന്നും വരുന്നില്ല, ലോകചിന്ത വരുന്നില്ല, വേറെ ഒരു കാര്യവും വരുന്നില്ല. ഒറ്റ കാര്യം മാത്രം, എന്നെ വീണ്ടെടുത്ത ക്രിസ്തു, എന്നെ സ്നേഹിച്ച ക്രിസ്തു, എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തു, എന്നെ സ്നേഹിക്കുന്ന ക്രിസ്തു, എന്നോട് സംസാരിക്കുന്ന ക്രിസ്തു. എൻ്റെ ക്രിസ്തു സംസാരിച്ച വചനം നമ്മുടെ ഉള്ളത്തിലേക്ക് ഇങ്ങനെ മാറ്റിൽ കൊണ്ടുകൊണ്ടിരിക്കുക, കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയർക്ക് 4:4 നമുക്കറിയാമല്ലോ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. തെസ്സലോനിക്കർക്ക് ലേഖനമാണ്, 5-ാം വാക്യം. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയിലെ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയെ അറിയിക്കുക അത്രേ വേണ്ടേ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എത്ര സുന്ദരമായൊരു ജീവിതമാണ്. അതിൽ ഏറ്റവും അവസാനം പ്രത്യാശയുള്ളൊരു ജീവിതം. എന്ന് മരണം വന്നാലും പേടിക്കാനൊന്നുമില്ല, കർത്താവിനെ കൂട്ടിക്കൊണ്ട് പോകും. അല്ല, കർത്താവ് 2ാം വരികയാണല്ലോ, ഞാൻ പറക്കും. വേറെ ആരും ഒരു വിഷയമുള്ള കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നാം സമ്പാദിക്കുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.